നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വനിതാ റോഡ് ഷോ നെഹ്റു പാർക്കിൽ സമാപിച്ചു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ വനിതാ റോഡ് ഷോയും വനിതാ അസംബ്ലിയും നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വനിതാ റോഡ് ഷോ നെഹ്റു പാർക്കിൽ സമാപിച്ചു. തുടർന്ന് മേള ഓഡിറ്റോറിയത്തിൽ ചേർന്ന വനിതാ അസംബ്ലി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV അനിത ഉദ്ഘാടനം ചെയ്തു. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചത് ഇതൊരു ക്ഷേമ പദ്ധതിയാണ്, പെൻഷനല്ല. രാവിലെ മുതൽ അന്തി വരെ പണിയെടുക്കുന്ന സ്ത്രീകൾ 24 മണിക്കൂറിൽ 20 മണിക്കൂറും വീട്ടിലെ പണികളുമായിരിക്കുമ്പോൾ ഒരു പണിയുമില്ലാത്തവരെന്ന് അറിയപ്പെടുമ്പോഴും കഠിനമായി ജോലി ചെയ്യുന്നവരാണ് എന്ന് ഗവൺമെന്റിന് മനസ്സിലായി. അത് പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയുടെ കൂലിയെല്ലാം മറിച്ച് അതിനൊരു പരിഗണന കൊടുക്കാൻ തീരുമാനിച്ച് 1000 രൂപ പ്രഖ്യാപിച്ചു. ഏറ്റവും മനോഹരമായ പദ്ധതി, അത് വലിയ രൂപത്തിൽ വാഴ്ത്തപ്പെട്ടു. മാതൃകാ പദ്ധതിയായി കേരളത്തിലെ പല സംസ്ഥാനങ്ങൾക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടു, ഇന്ത്യയിലും ലോകത്തും ചർച്ച ചെയ്യപ്പെട്ടു. ആ പദ്ധതി വന്നപ്പോഴും ഇതെല്ലാം നടക്കാത്ത സ്വപ്നമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വോട്ട് നേടാനുള്ള ഒരു മാർഗം മാത്രമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ വന്നപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു സഹായം പാസ്സായിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസിന്റെ ചില ഗ്രാമസഭകളെല്ലാം പേരെടുത്ത് വായിച്ച് പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ഇതാ ഈ പരിധിയിൽപ്പെട്ട ഇത്ര ആളുകൾക്ക് പെൻഷൻ അനുവദിച്ചിരിക്കുന്നു. കേട്ടാൽ തോന്നും അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്നാണെന്നല്ല, സർക്കാർ പ്രഖ്യാപിച്ചതാണ്. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീന ബോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP മുഖ്യപ്രഭാഷണം നടത്തി. അതൊരു കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ ഇല്ലാതായാലും അത് മതവിശ്വാസികൾക്കോ അല്ലെങ്കിൽ മതേതര വിശ്വാസികൾക്കോ ജനാധിപത്യ വിശ്വാസികൾക്കോ ഒട്ടും സുരക്ഷിതമായിരിക്കില്ല അവരുടെ ജീവിതമെന്ന് ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ച് പ്രസംഗിക്കാൻ തന്നെ നിങ്ങൾക്കറിയാം. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് 12 വർഷം പിന്നിടുകയാണ്. യാതൊരു തരത്തിലുമുള്ള ഇപ്പോൾ ഞങ്ങളൊരു 4 മാസം മുമ്പ് MP മാരെന്നുള്ള നിലയിൽ, ഇന്ത്യൻ പാർലമെൻറ്റിലെ MP മാരെന്നുള്ള നിലയിൽ ഛത്തീസ്ഗഡിൽ ഒരു സന്ദർശനത്തിന് വേണ്ടി ഞങ്ങൾ പോയി. നമ്മുടെ എറണാകുളത്ത് അങ്കമാലിയിൽ ഒരു കന്യാസ്ത്രീ, കണ്ണൂരിലുള്ള 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിലടച്ചൊരു സംഭവം ഉണ്ടായി. അവർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു ആശുപത്രിയിലേക്ക് ജീവനക്കാരെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ പോയി പണിയെടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അവർ പോയത്. അവിടെ ചെന്നപ്പോൾ ബജരംഗ് ദളിന്റെ പ്രവർത്തകരും RSSന്റെ പ്രവർത്തകരും അവർ മതപരിവർത്തനത്തിന് വന്ന ആളുകളാണ്. ഒരു കന്യാസ്ത്രീയുടെ പ്രായം 73 മറ്റൊരു കന്യാസ്ത്രീയുടെ പ്രായം 69. ഈ വയോധികരായ പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾ പോയി മതപരിവർത്തനം നടത്താൻ വേണ്ടി ചെന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 പേരെയും ഛത്തീസ്ഗഡിലെ ജയിലിലടച്ചു. ഞങ്ങൾ MP-മാർ 2-3 MP-മാർ, ജോസ് കെ മാണിയും A റഹീമും ഞാനും ഉൾപ്പെടെയുള്ള 3 ഇടതുപക്ഷ MP-മാരും സ്റ്റാക്കൾ വൃന്ദാകാരാട്ടും ആനിരാജും ഉൾപ്പെടെയുള്ള 2 മഹിളാ നേതാക്കളും കൂടിയാണ് ഞങ്ങളുടെ സന്ദർശനം ചെയ്തത്. VR ശാലിനി, ഷാലി ജയൻ, സ്മിത ദിലീപ്, മേരി ജോർജ്, PP നിഷ, ജയ അരുൺകുമാർ, കിഷിത ജോർജ്, ശാന്തമ്മ പയസ്, അനിത റിജി, NK പുഷ്പ, സൗമ്യ ദിനേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.